നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൽ അങ്ങനെ അവശബ്ദങ്ങളൊന്നും ഉയർന്നു കേട്ടിരുന്നില്ല. പക്ഷെ അതിനുശേഷം KPCC അധ്യക്ഷ സ്ഥാനം തിരിച്ചേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില അടികൂടലുകൾ കോൺഗ്രസിനുള്ളിൽ തന്നെ നമ്മൾ കേട്ടതാണല്ലോ. സംസ്ഥാനത്തെ കോൺഗ്രസിൽ പിടിച്ചു കുലുക്കിയിരിക്കുന്ന സുധാകരന് എ ഗ്രൂപ്പ് പോര് വീണ്ടും ശക്തമാകുമ്പോൾ സുധാകരനെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാൻ എ ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് ഡൽഹിക്ക് പറക്കുന്ന സുധാകരൻ മല്ലികാർജുൻ ഖാർഗെയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ KPCCയിൽ മുമ്പ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്ന MA ലത്തീഫിന്റെ സസ്പെൻഷൻ പിൻവലിച്ച MM ഹസന്റെ നടപടി റദ്ദാക്കിയതാണ് ഈ പോരിന് ഇത്ര കാമ്പ് കൂടിയത്. ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കെ MM ഹസൻ എടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് അതിലേക്ക് കടക്കുമെന്ന് എ ഗ്രൂപ്പ് മനസ്സിൽ പോലും കരുതിയിരുന്നില്ല. അവർ കാണാത്തത് സുധാകരൻ മുൻകൂട്ടി നേരത്തെ കണ്ടു, അത്രയേ ഉള്ളൂ. തിരുവനന്തപുരം ജില്ലയിലെ എ ഗ്രൂപ്പ് പ്രധാനിയായ MA ലത്തീഫിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ ഹസന്റെ നടപടി സുധാകരൻ മാറ്റിക്കുറിക്കുകയായിരുന്നു. പ്രാഥമിക അംഗത്വമുള്ള ഒരാളുടെ സസ്പെൻഷൻ റദ്ദാക്കിയത് സാങ്കേതികമായി തെറ്റാണെന്ന് കൂടി സുധാകരൻ വ്യക്തമാക്കിയത് എ ഗ്രൂപ്പിന് കടുത്ത പ്രഹരമേറ്റ പോലെയായിരുന്നു. അങ്ങനെ ഹാലിളകിയ മറ്റു ഗ്രൂപ്പുകാർ സുധാകരനെതിരെ പരസ്യമായി തന്നെ നീങ്ങാൻ തീരുമാനിച്ചു. ലത്തീഫിന്റെ കാര്യത്തിൽ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ പരസ്യമായി നീങ്ങാൻ ശ്രമിച്ച മമ്മറൻ ദിവാകരനെയും സുധാകരൻ തിരിച്ചെടുത്തിരുന്നു. അദ്ദേഹത്തെ തിരിച്ചെടുത്തത് സുധാകരന്റെ തന്നെ ആവശ്യപ്രകാരവുമായിരുന്നു. തീരുമാനങ്ങളൊക്കെ തിരുത്തിയ ഹസനെ അപമാനിക്കാനാണ് ശരിക്കും സുധാകരൻ ശ്രമിക്കുന്നതെന്ന ആരോപണവും ഗ്രൂപ്പിനുള്ളിൽ അരങ്ങേറുന്നുണ്ട്. മറ്റു ഗ്രൂപ്പുകാരുടെ ഇത്തരത്തിലുള്ള കുറെ പരാതികളാണ് സുധാകരന് ഹൈക്കമാൻഡിന് സമർപ്പിക്കാനിരുന്നത്. അതേപോലെ തന്നെ ആരുമായും ഒന്ന് ആലോചിക്കുക കൂടി ചെയ്യാതെ ലത്തീഫിനെ തിരിച്ചെടുത്തതെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. വോട്ടെണ്ണലിന് മുന്നേ ഉള്ള കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ഈ അംഗപ്പോര് കോൺഗ്രസിനെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കുമോ എന്തോ. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഫലം മോശമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് സുധാകരൻ ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ ഉറച്ചു നിൽക്കുന്നത്. തോൽക്കുമ്പോൾ സുധാകരൻ മാത്രമല്ല അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നതെന്നും പ്രതിപക്ഷ നേതാവിനും തുല്യമായ പങ്ക് അതിലുണ്ടെന്നൊക്കെയാണ് സുധാകരന്റെ വാദം. പിന്നെ സുധാകരൻ ഒറ്റയ്ക്കിറങ്ങാൻ കഴിയില്ലെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനത്തും ഒരു മാറ്റമൊക്കെ വേണമെന്നാണ് നിലപാട് വ്യക്തമാക്കുന്നത്. ഇതിനിടയിൽ കൂടി തന്നെ സതീശിനെ മാറ്റി ചെന്നിത്തലയെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കാനുള്ള ആലോചനയും ഒരു ഭാഗത്ത് നല്ല വെടുപ്പായിട്ട് നടക്കുന്നുമുണ്ട്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ മാറ്റി സുധാകരനും സതീശനും നേതൃത്വം പിടിച്ചത്. എന്തായാലും നേതൃത്വത്തിൽ ഇരിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ആൾക്കാരാണിവർ. അത് ജനങ്ങൾക്കും ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പാർട്ടിയെ മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു വൻ പദ്ധതിയുടെ ഭാഗമായിരുന്നു സുധാകരനും സതീശനും. എന്നാൽ ഇപ്പോഴെല്ലാം വളരെ കുത്തഴിഞ്ഞ അവസ്ഥയാണ് കോൺഗ്രസിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അത് സുധാകരന്റെ മാത്രം ഉത്തരവാദിത്വമല്ല എന്നാണ് സുധാകരൻ പറയുന്നത്. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് 10 ഇരട്ടി തിരിച്ചടിയായിരിക്കും ഇത്തവണ കോൺഗ്രസിനുണ്ടാകാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും മണ്ഡലത്തിൽ ജയിച്ചാൽ തന്നെ അത് സംഘടനയുടെ മികവ് കൊണ്ടുപോലും ആകില്ല. സംഘടനാ ദൗർബല്യത്തിന് പാർട്ടി മാത്രമല്ല ഉത്തരവാദിയായിരിക്കുന്നതെന്നും UDF സംവിധാനത്തെ ചലിപ്പിക്കാൻ ഒരു നല്ല നേതാവ് ഇല്ലാതെ പോയതാണെന്നൊക്കെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് തനിക്കെതിരെയുള്ള പടയൊരുക്കങ്ങളെ സുധാകരൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്.